Hello everyone, I'm Dr. Khadija, a licensed medical doctor in Germany. So, welcome back to third year of MBBS. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് MBBSന്റെ തേർഡ് ഇയറിനെ കുറിച്ചാണ്. ആക്ച്വലി തേർഡ് ഇയർ ഫോർത്ത് ഇയറും വരുന്നത് ഫൈനൽ പ്രൊഫഷണൽ എക്സാം പാർട്ട് 1 ആൻഡ് പാർട്ട് 2 എന്നുള്ള രീതിക്കാണ് ഈ രണ്ട് ഇയറിനെയും കാണുന്നത്. തേർഡ് ഇയറിൽ നമുക്ക് 3 സബ്ജക്ട്സ് ആണുള്ളത്. ENT, ഒഫ്താൽമോളജി ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ. സോ ENT എന്ന് പറയുന്നത് ഇയർ, നോസ് ആൻഡ് ത്രോട്ട്, ചെവി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, മൂക്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, തൊണ്ട സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ. ENT ആണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ ENTയിൽ ഒരുപാട് കോമൺ കേസസ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതാണ്. ചെവിയുടെ ഇൻഫെക്ഷന്, ചെവിയിൽ കേൾവി കുറവ്, അതുപോലെ മൂക്കടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെവി അടയുന്ന ഒരു ഫീല് വരും. അപ്പോൾ അങ്ങനത്തെ എല്ലാം അസുഖങ്ങൾ, തൊണ്ടവേദന, പനീൻ്റെ കൂടെ തൊണ്ടവേദന, ടോൺസിലൈറ്റിസ്, ഇങ്ങനത്തെ അസുഖങ്ങൾ ഭയങ്കര കോമൺ ആണ്. OPയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേഷ്യൻസ് എന്താ പറയുക ഇങ്ങനത്തെ അസുഖങ്ങളായിട്ട് വരും. കോമൺ ആണ്, ഭയങ്കര കോമൺ ആണ്. അപ്പോൾ ഈ അസുഖങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വിഭാഗമാണ് ENT. അപ്പോൾ ENTയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ENTയിൽ നമുക്ക് പോസ്റ്റിങ്സ് ഉണ്ടാവും. നമ്മൾ ENT പേഷ്യൻസിനെ OPDയിൽ കാണണം, ഓപ്പറേഷൻ തിയേറ്ററിൽ കാണുന്നുണ്ട്. ദെൻ നമ്മൾ ഇതിൻ്റെ ENTയുടെ പരിശോധിക്കുന്ന രീതിയൊക്കെ വേറെ രീതിയിൽ തന്നെയാണ്. അതിന് വേറെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് എന്താ നമുക്ക് ഒരുപാട് പ്രൊഫസേഴ്സിനെ പരിചയം ഉണ്ടാവും അല്ലേ. അവരുടെ OPDയിലൊക്കെ നിന്ന് കഴിയുമ്പോൾ അവരുടെ ഒരു രീതി, അവരെങ്ങനെയാണ് രോഗിയോട് സംസാരിക്കുന്നത്, അവരെന്തൊക്കെ മരുന്നാണ് രോഗികൾക്ക് എഴുതി കൊടുക്കുന്നത്, ഇതെല്ലാം നമ്മൾ എന്താ കണ്ട് നോട്ട് ചെയ്തും, ഇതൊക്കെ നോട്ട്സിൽ എഴുതും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, പേഷ്യൻസിനോടുള്ള ആ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നു. അതുപോലെ തന്നെ ഈ അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സിംറ്റമായിട്ട് പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ഇയർ തൊട്ടേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പേഷ്യൻസിനെ കാണുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്, അവരുടെ സുഖവിവരങ്ങൾ ചോദിക്കുന്നുണ്ട്, അവരെ പരിശോധിക്കാൻ പഠിക്കുന്നുണ്ട്, അവരുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഒരു കേസ് ഷീറ്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഓൾറെഡി ഡോക്ടേഴ്സ് എഴുതിയ PGs എഴുതിയ നോട്ട്സൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കും. അങ്ങനെ ആ ഒരു രീതിക്കാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ പ്രൊഫസേഴ്സ് കോമൺ ഡിസീസിനെ കുറിച്ച് അപ്പം തന്നെ സെക്കൻഡ് ഇയർ തൊട്ടേ നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ തേർഡ് ഇയറിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ENTയും ഒഫ്താൽമോളജി ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ. അപ്പോൾ ENT ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പലതരം ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. മൂക്ക് പരിശോധിക്കാൻ വേറെ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ചെവി നോക്കാൻ വേറെ ഓട്ടോസ്കോപ്പ് എന്ന് പറയുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, തൊണ്ട നോക്കാൻ ലാരിങ്കോസ്കോപ്പ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അസുഖങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുന്നത് ENTയിലാണ്. പലതരം ഓപ്പറേഷനുകളുണ്ട്. ടോൺസിൽ എടുത്ത് മാറ്റുന്ന ഓപ്പറേഷൻ, അതുപോലെ തന്നെ ചെവിയിലുള്ള ഓപ്പറേഷൻ, അങ്ങനെ പല ഓപ്പറേഷനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. സെക്കൻഡ് സബ്ജക്റ്റാണ് ഒഫ്താൽമോളജി. ഒഫ്താൽമോളജി എന്ന് പറയുന്നത് നമ്മൾ കണ്ണ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളെക്കുറിച്ചും പഠിക്കുന്നത് ഒഫ്താൽമോളജിയിലാണ്. അപ്പോൾ ഒഫ്താൽമോളജിയിൽ കാഴ്ചക്കുറവിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കാഴ്ച എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, അവിടെയും ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഒഫ്താൽമോസ്കോപ്പുകൾ പലതരത്തിലുള്ളതുണ്ട്. പിന്നെ ലാമ്പ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, നിങ്ങളെ കണ്ണിലോട്ട് ഇങ്ങനെ നോക്കുന്ന ഒരു ലാമ്പ് ഉണ്ട്. ഒഫ്താലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകളാണ് നമ്മൾ തിമിരത്തിൻ്റെ അസുഖം, അതുപോലെ ഗ്ലോക്കോമ, കണ്ണിൽ പ്രഷർ കൂടുന്നത്, അങ്ങനത്തെ അസുഖങ്ങളെക്കുറിച്ച്, കോമൺ ആയിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ച്, അതുപോലെ കണ്ണിൻ്റെ പോളയിൽ കുരു വരിക, ഓഡിയോളം, ചെലാസിയോൺ, അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒഫ്താലിൽ പഠിക്കുന്നുണ്ട്. അതിൻ്റെ പ്രാക്ടിക്കലും തിയറിയുടെയും എക്സാം ഉണ്ടാവും. നമുക്ക് തിയറി നമ്മൾ ഈ അസുഖങ്ങളെക്കുറിച്ചൊക്കെ എഴുതുക എന്നുള്ളതാണ്. പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ ഒരു രോഗിനെ നമുക്ക് തരും, നമ്മൾ രോഗീൻ്റെ കേസ് എടുക്കുക, രോഗിനെ പരിശോധിക്കുക, രോഗിയുടെ നമ്മൾ അടുത്ത പ്ലാൻ എന്താണെന്നൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് വൈവ ഉണ്ടാവും. വൈവയിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ കിട്ടും. നമുക്ക് എന്താ ഒരുപാട് പിക്ചേഴ്സ് ഒക്കെ കാണിച്ചു തരും. അതൊക്കെ നമ്മൾ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യും, ഇതെന്താണ്. പെട്ടെന്ന് നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഈ അസുഖമാണ്. മീൻസ് അങ്ങനത്തെ അസുഖങ്ങളെക്കുറിച്ച് ഒക്കെ എന്താ വൈവയിൽ ചോദിക്കും. അപ്പോൾ അതൊക്കെ പഠിക്കുക. പിന്നെ ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് നമ്മളോട് ചോദിക്കും, ഇതിൻ്റെ മെക്കാനിസം എന്താണ്, ഇതിലെങ്ങനെയാണ് കാണുന്നത്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഗെയിൻ ചെയ്ത എക്സ്പീരിയൻസ് ആണ് എക്സാമിന് നമ്മൾക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്ത, തിയറി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത, പ്രാക്ടിക്കലായിട്ട് എല്ലാ ദിവസവും പോസ്റ്റിങ്ങിനൊക്കെ പോയ ആൾക്കാർക്ക് ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാവില്ല. എക്സാംസ് ഒക്കെ വളരെ എളുപ്പമായിരിക്കും. ദെൻ തേർഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി മെഡിസിൻ ആണ്. ആക്ച്വലി കമ്മ്യൂണിറ്റി മെഡിസിൻ തേർഡ് ഇയറിലാണെങ്കിൽ പോലും ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് തിയറി ക്ലാസ്സസ് ഒക്കെ കിട്ടി വരുന്ന ഒരു സബ്ജക്റ്റാണ് കമ്മ്യൂണിറ്റി മെഡിസിൻ. ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കമ്മ്യൂണിറ്റി മെഡിസിൻ ആൻഡ് സോഷ്യൽ മെഡിസിൻ, പ്രിവെൻറ്റീവ് മെഡിസിൻ, അങ്ങനെ പല പേരും എന്താണ്
ഈ സബ്ജക്റ്റിനുണ്ട്. സമൂഹത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ അല്ലേ? അപ്പോൾ പകർച്ചവ്യാധികൾ. ഇന്ത്യയിലൊക്കെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഗർഭിണികൾക്ക് ഉള്ള ഓർഗനൈസേഷൻ, കുട്ടികളുടെ വെൽഫെയറിനുള്ള ഓർഗനൈസേഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓർഗനൈസേഷൻസ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുക കമ്മ്യൂണിറ്റി മെഡിസിനിൽ, പ്രിവെൻറ്റീവ് മെഡിസിനിലാണ്. ദെൻ പ്രിവെൻഷന് തന്നെ പല ടൈപ്പ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ വാക്സിൻ, കുത്തിവെപ്പ് എടുത്തിട്ട് പ്രിവെൻഷൻ ഉണ്ട് നമുക്ക്. ഇനി അസുഖം വന്നാൽ അത് നല്ല രീതിയിൽ അതിനെ കൂടാതെ നോക്കുന്ന, ട്രീറ്റ് ചെയ്തിട്ടുള്ള വേറൊരു പ്രിവെൻഷൻ ഉണ്ട്. പിന്നെ ഓൾറെഡി അസുഖം വന്നു, ക്വാളിറ്റി ഓഫ് ലൈഫ് കുറഞ്ഞു, അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പറ്റുക? റീഹാബിലിറ്റേഷനാണ് ചെയ്യാൻ പറ്റുക. അതായത് തെറാപ്പികളൊക്കെ ചെയ്തിട്ട് ഇനി ഇപ്പോൾ ഉള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇനി പറ്റുകയാണെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനുള്ള മെത്തേഡുകൾ നോക്കുന്ന ഒരു ടൈപ്പ് പ്രിവെൻഷൻ ഉണ്ട്. അപ്പോൾ അതെല്ലാമാണ് നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിനിൽ പഠിക്കുന്നത്. ഇൻഫെക്ഷ്യസ് ഡിസീസ്, അതായത് പകർച്ചവ്യാധികളെ കുറിച്ച് പഠിക്കും. കുത്തിവെപ്പിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് പഠിക്കുന്നത് കമ്മ്യൂണിറ്റി മെഡിസിനിലാണ്. പലതരം കുത്തിവെപ്പുകളുണ്ട്. ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ, പാസീവ് ഇമ്മ്യൂണൈസേഷൻ. അപ്പോൾ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ആണ് നമ്മളുടെ സാധാ കുത്തിവെപ്പുകൾ അല്ലേ? ചെറുപ്പത്തിലെ നമുക്ക് കുത്തിവെപ്പുകൾ കിട്ടിയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഉണ്ട്. ഓരോ രാജ്യത്തിനും അത് അവരുടേതായ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെയാണ് എപ്പിഡമോളജി എന്നുള്ളൊരു സംഭവം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതായത് ചില സ്ഥലങ്ങളിൽ ചില അസുഖങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ കോമൺ ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ TBൻ്റെ അസുഖം അല്ലെ, ട്യൂബർകുലോസിസ് അസുഖങ്ങൾ ഭയങ്കര കോമൺ ആണ്. പക്ഷേ അത് ചിലപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ അത്ര കോമൺ ആയിരിക്കില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ കുത്തിവെപ്പിൻ്റെ സ്കെഡ്യൂളിൽ ഉണ്ടാവും അല്ലേ? അപ്പം നമ്മൾ അതേ കുത്തിവെപ്പിൻ്റെ സ്കെഡ്യൂളല്ല വെസ്റ്റേൺ കൺട്രീസിലുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജർമ്മനിയിൽ തന്നെ നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ താഴെയുള്ള ഭാഗമാണ് സെർവിക്സ് എന്ന് പറയും. അപ്പോൾ ആ സെർവിക്സിൻ്റെ ക്യാൻസറിന് എതിരെ ഉള്ള കുത്തിവെപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നിർബന്ധിത കുത്തിവെപ്പാണ്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന പ്രായത്തിൽ 9 to 14 വയസ്സിലുള്ള പ്രായത്തിലുള്ള കുട്ടികൾ അത് എന്തായാലും എടുക്കണം എന്നുള്ള രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ഇമ്മ്യൂണൈസേഷൻ സ്കെഡ്യൂളിലാണ് ജർമ്മനിയിൽ ഇതുള്ളത്. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ ഇതൊരു ഓപ്ഷണൽ വാക്സിനാണ്. അങ്ങനത്തെ ഒക്കെ മാറ്റങ്ങളുണ്ട്. പക്ഷേ അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും ഈ സെർവിക്കൽ ക്യാൻസറിൻ്റെ ഒക്കെ വാക്സിന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കുക. കാരണം ക്യാൻസറാണ്, അതൊരു കുത്തിവെപ്പ് കൊണ്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അത് ചെയ്യാതിരിക്കുന്ന ഒരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആക്ച്വലി. പിന്നെ ഒരുപാട് തരം സ്റ്റഡികൾ നടക്കുന്നുണ്ടല്ലോ, ഒരുപാട് തരം റിസർച്ചസ് നടക്കുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള റിസർച്ച് ടൈപ്പുകളുണ്ട്. റിസർച്ച് സ്റ്റഡീസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് എന്തിലാണ്? കമ്മ്യൂണിറ്റി മെഡിസിനിലാണ്. ദെൻ തേർഡ് ഇയറിൽ നമുക്കൊരു എക്സാം ഉണ്ട്, ഫൈനൽ പ്രൊഫഷണൽ എക്സാം പാർട്ട് 1 എന്ന അണ്ടറിലാണ് നമ്മൾ തേർഡ് ഇയറിൻ്റെ എക്സാം എഴുതുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് തേർഡ് ഇയറും വലിയ ടെൻഷനൊന്നും ഇല്ലാതെ കുറച്ച് നല്ലൊരു സ്മൂത്തായിട്ട് പോകുന്ന ഒരു ഇയറാണ്. അപ്പോൾ എല്ലാ ഇയറിലും നമ്മൾ എക്സാമിൻ്റെ പാറ്റേൺ ഇതാണ്. തിയറിയും ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. തിയറി എക്സാമിനും 50% വേണം, പ്രാക്ടിക്കൽ എക്സാമിന് നമുക്ക് എന്ത് ചെയ്യണം? 50% മാർക്ക് വേണം. അത്രയാണ് തേർഡ് ഇയർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയറിനെ കുറിച്ചാണ്, 4th ഇയർ അല്ലെങ്കിൽ ഫൈനൽ ഇയർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഫൈനൽ ഇയറിനെ കുറിച്ച് പറയാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ചീസ്.